ഹലോ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഓൾറെഡി വിക്ടേഴ്സിൽ ഇന്നെടുത്തിരിക്കുന്ന ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്ത ഭാഗങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അതിൽ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എടുത്തിട്ടില്ല. ക്യാരക്ടർ സ്കെച്ച് ഞാനിന്ന് നോട്ടായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. ക്യാരക്ടർ സ്കെച്ചിൽ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് വൺ പറയേണ്ടത് അപ്പിയറൻസ്, ഒരാളുടെ അപ്പിയറൻസ് ആണ് പറയേണ്ടത്. ഇപ്പോൾ ജാക്കാണെങ്കിലും എന്താണ് ഫിസിക്കൽ അപ്പിയറൻസ് അധികം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കൺസ്യൂമർ കൾച്ചർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ലെസണിൽ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ലെസണിൽ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടർ സ്കെച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ടത് മനസ്സിലാവും. മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫിസിക്കൽ അപ്പിയറൻസ് അതിൽ തന്നിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് എഴുതണം. ദെൻ പിന്നെ പറയേണ്ടത് അവരുടെ കോൺവെർസേഷനിൽ നിന്ന്, അദ്ദേഹം ഇപ്പോൾ ജാക്കും ഓൺ ജെയിനും അല്ലെങ്കിൽ ജാക്ക് ജിൽ തമ്മിലുള്ള കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ വ്യക്തിയുടെ ക്യാരക്ടർ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസും ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കൺസ്യൂമർ കൾച്ചറാണ്, പിന്നെ എക്സ്ട്രാ ചിലവ് ചെയ്യുന്ന ഒരാളാണ്, ബോറോയിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പറയേണ്ടത്. അതുപോലെ ഈ ജില്ലിനെ സംബന്ധിച്ചാണെങ്കിൽ ഒബീഡിയൻ്റ് വൈഫാണ്, പോംപസ് ആണ്. ഇതുപോലെ ടു ആൻ എക്സ്റ്റെൻറ്റ് ഹീ ഈസ് ഇമിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ഹീ ഈസ് ഫോളോയിങ് ഹർ ഹസ്ബൻഡ്. He never resist him. She is a very obedient wife. ആ ഒരു രീതിയിലാണ് നമുക്ക് ജില്ലിൻ്റെ കാര്യങ്ങൾ. ഓൺ ജെയിൻ ആണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇതൊക്കെ പ്രാക്ടിക്കലാണ്. നെവർ വോണ്ട് ടു ഹാവ് എനി ഡെപ്റ്റ്. ഹീ ജസ്റ്റ് നെവർ ഓൺ ഈവൻ എ പെനി ടു സമ്മൺ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓൺ ജെയിനെ കുറിച്ചുള്ളത്. ഇതാണ് ക്യാരക്ടർ സ്കെച്ചിൽ. പിന്നെ സെറ്റിങ്ങും പ്ലോട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നിരിക്കുന്ന ഹോംവർക്കും ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ റിലേറ്റീവ് ക്ലോസിൻ്റെ കാര്യങ്ങളാണ്. റിലേറ്റീവ് ക്ലോസ് നമുക്ക് നോക്കാം. റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ അതിൽ ആ വേർഡിൽ തന്നെ ക്ലിയറാണ്, റിലേറ്റ് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സെൻറ്റൻസിനെ അടുത്ത സെൻറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രോനൗൺ ഇസ് യൂസിങ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. നൗണിന് പകരം യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുക. അപ്പോൾ ഇവിടെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ഈസ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പോൾ റിലേറ്റീവ് ക്ലോസ് ആർ ക്ലോസസ് സ്റ്റാർട്ടിങ് വിത്ത്. എങ്ങനെയാണ്, ഏതൊക്കെയാണ് റിലേറ്റീവ് ക്ലോസ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ വേർഡ്സ്, വാട്ട്, വിച്ച്, വെൻ, വൈ, വെയർ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ്. അതുപോലെ തന്നെ ദാറ്റ്, ഇതൊക്കെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസിൽ റിലേറ്റീവ് ക്ലോസസ് ആയിട്ട് ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺസ്. അതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. റിലേറ്റീവ് ക്ലോസസ് ആർ ക്ലോസസ് സ്റ്റാർട്ടിങ് വിത്ത് റിലേറ്റീവ് പ്രോനൗൺസ് ഹൂ, ദാറ്റ്, വിച്ച്, ഹൂസ്, വെയർ, വെൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്, ക്ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എ ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസിനെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയായിട്ട് വരാം? വാട്ട്, വിച്ച്, വെൻ, വൈ, വെയർ, ഇതൊക്കെ നമുക്ക് റിലേറ്റീവ് പ്രോനൗൺസ് ആയിട്ട് പറയാം. അതുപോലെ ദാറ്റും ഒരു റിലേറ്റീവ് പ്രോനൗണാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ആക്ടിവിറ്റി 2-ൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ദ സ്മോൾ ടെക്സസ് സ്കൂൾ ദാറ്റ് ഐ വെൻറ്റ് ടു ഹാഡ് എ ട്രഡീഷൻ ക്യാരിഡ് ഔട്ട് എവ്രി ഇയർ ഡ്യൂറിങ് ദ 8th grade ഗ്രാജുവേഷൻ. അപ്പോൾ അവിടെ ദ സ്മോൾ ടെക്സസ് സ്കൂൾ എന്ന് പറയുന്നതിനോട് സ്മോൾ ടെക്സസ് സ്കൂൾ അവിടം വരെ ഒരു സെൻറ്റൻസും ഐ വെൻറ്റ് ടു ഹാഡ് എ ട്രഡീഷൻ carried out every year during the 8th grade graduation എന്ന് പറയുന്നത് നെക്സ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്ന റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദാറ്റാണ്. അപ്പോൾ ഈ ദാറ്റ് ഉപയോഗിച്ച് സ്മോൾ ടെക്സസ് സ്കൂളിലെ ഒരു ട്രഡീഷനെ കുറിച്ച് പറയുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സ്മോൾ ടെക്സസ് സ്കൂൾ ആദ്യത്തെ സെൻറ്റൻസ് ആയിട്ടും അടുത്തത് ഐ വെൻറ്റ് ടു ഹാഡ് എ ട്രഡീഷൻ, ദാറ്റ് ഐ വെൻറ്റ് ടു ഹാഡ് എ ട്രഡീഷൻ എന്ന് പറയുന്നത്
നെക്സ്റ്റ് സെൻറ്റൻസുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രോണോൺ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് സെൻറ്റൻസുകളെ ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രോണോൺ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത നോക്കാം. ദ സ്റ്റുഡൻറ്റ് ഹൂ ഹാഡ് മെയിൻറ്റെയിൻ ദ ഹയസ്റ്റ് ഗ്രേഡ് ഫോർ 8 years വാസ് അവാർഡഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ അവിടെ എന്താണ്? ദ സ്റ്റുഡൻറ്റ്, ഏത് സ്റ്റുഡൻ്റ് ആണെന്ന് വീണ്ടും ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. ഏത് സ്റ്റുഡൻ്റ് ആണ്? ഹൂ എന്ന് പറയുമ്പോൾ അതൊരു റിലേറ്റീവ് പ്രോനൗണാണ്. ആ ഹൂ ഏതാണ് ആ ഹൂ എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയണം. ആരാണോ ഹയസ്റ്റ് ഗ്രേഡ് വാങ്ങിച്ചത് ആ വ്യക്തി. ഹൂ ഹാഡ് അച്ചീവ്ഡ് ദ ഹയസ്റ്റ് ഗ്രേഡ് ഫോർ 8 years. 8 yearsഉം ഹയസ്റ്റ് ഗ്രേഡ് അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തിക്കാണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മളോട് ഇവിടെ വേറെ വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്, വെൻ വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് ഏത് സ്ഥലങ്ങളിൽ ഏത് സമയത്താണ് ഏത് റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിക്കുക എന്നുള്ളതൊന്നും കൂടി പറയുന്നുണ്ട് ഇവിടെ. ഫോർ പേഴ്സൺസിനെ സംബന്ധിച്ചാണെങ്കിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നാണ്. ഹൂ അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കുന്നത് പേഴ്സണിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. വസ്തുക്കളെ സൂചിപ്പിക്കാനായിട്ട് വിച്ച് അല്ലെങ്കിൽ ദാറ്റാണ്. അതിൻ്റെ എക്സാമ്പിൾസാണ് താഴെ കൊടുത്തിരിക്കുന്നത്, വായിച്ച് നോക്കുക. ദെൻ ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരെ എന്ന് സൂചിപ്പിക്കാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൂ ദാറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കുക, എക്സാമ്പിൾ, ദ മാൻ ഹൂം യു ഗേവ് ദ കാർ ഈസ് മൈ ഫ്രണ്ട്. നിങ്ങൾ ആർക്കാണോ എന്ന് ചോദിക്കുന്നതാണ് ഇവിടെ ഫോർ പേഴ്സൺസ് എന്ന് പറയുന്നത്. ആർക്കാണോ എൻ്റെ കാറ് കൊടുത്തത്. ദെൻ ഇവിടെ ദ കാർ വിച്ച് ദാറ്റ് ഐ ഹയേർഡ്, അവിടെ ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാനായിട്ടാണ്, തിങ്സിനെ അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മളവിടെ ദാറ്റ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിച്ചത്. ദെൻ അടുത്തത് പൊസസീവായിട്ട് വരുന്നത് ഹൂസ്, ഓഫ് വിച്ച്, ഇത് രണ്ടുമാണ് വരുന്നത്. ഹൂസ് അഗെയിൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൂസ്, ആരുടെ, ഏതിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്. ദ ഫിലിം ഈസ് അബൌട്ട് എ കിങ് ഹൂസ് മിനിസ്റ്റേഴ്സ് ബിട്രേ ഹിം. ദ ഫിലിം, ഈ ഫിലിം എന്തിനെക്കുറിച്ചുള്ള ഫിലിമാണ്? ഒരു കിങ്ങിനെ കുറിച്ചുള്ള ഫിലിമാണ്. ആ കിങ്ങിനെ ആരാൽ ചീറ്റ് ചെയ്യപ്പെട്ട? ഹൂസ് മിനിസ്റ്റേഴ്സ് ബിട്രേ ഹിം. അദ്ദേഹത്തിൻ്റെ തന്നെ മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തെ ബിട്രേ ചെയ്തു എന്ന് റിലേറ്റ് ചെയ്യുന്ന ഒരു ഫിലിം എന്നുള്ളതാണ് ആ ഫിലിമിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഹൂസ് ഉപയോഗിച്ചിരിക്കുന്നത് ആരുടെ മിനിസ്റ്റേഴ്സാണ് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. ദെൻ ഓഫ് വിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഇതും ആരുടെ ആ പൊസിഷനെ തന്നെ സൂചിപ്പിക്കാനായിട്ടാണ് ഇവിടെ ഹൂസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പൊസിഷൻ, സബ്ജക്റ്റിൽ വരുന്നതായിട്ടാണ്, വരുന്നതായിട്ടാണ് വരുന്നത്. രണ്ടാമത്തത് ഒബ്ജക്റ്റ് കേസിൽ എങ്ങനെ വരുന്നു. മൂന്നാമത്തത് പൊസസീവ് വരുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സാമ്പിൾസിൽ ഈ പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺസിൽ ഏത് വരുന്നത് നമ്മൾ കണ്ടെത്തണം. സോ ഡു യു നോ ദ മാൻ ഡാഷ് ക്ലൈംബ്ഡ് ദ മൗണ്ടൻസ് യെസ്റ്റർഡേ. അപ്പോൾ എന്ത് പറയും? ഡു യു നോ ദ മാൻ ഹൂ ക്ലൈംബ്ഡ് ദ മൗണ്ടൻ യെസ്റ്റർഡേ. ഇതുപോലെ ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഞാൻ ആൻസർ പറഞ്ഞു തരാം. ഓക്കെ.